നമസ്കാരം. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 10 പേർക്ക് വെസ്റ്റ് നൈൽ ഫീവർ സ്ഥിരീകരിച്ചു. ഇതോടെ ജാഗ്രത ശക്തമാക്കാൻ ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ഇതിൽ 4 പേർ കോഴിക്കോട് ജില്ലക്കാരാണ്. 2 പേർ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചിട്ടുണ്ട്. ക്യൂലക്സ് കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരില്ല എന്നത് ഏറെ ആശ്വാസകരമാണ്. ഈ സാഹചര്യത്തിൽ കൊതുക് നശീകരണം അടക്കം സജീവമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. മഴക്കാലം വരും മുമ്പ് തന്നെ രോഗത്തെ പിടിച്ചുകെട്ടാനാണ് നീക്കം. വൃക്ക മാറ്റിവെച്ച ശേഷം തുടർ ചികിത്സയിൽ കഴിയുന്ന ഒരാളുടെ മരണം ഈ രോഗം മൂലമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. രോഗം ബാധിച്ച് കോഴിക്കോട് ജില്ലക്കാരനായ ഒരാൾ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. രോഗലക്ഷണങ്ങൾ കാണപ്പെട്ടവരുടെ രക്തം, നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത നീര് എന്നിവ മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിലെ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് രോഗം വെസ്റ്റ് നൈൽ ഫീവർ ആണെന്ന് കണ്ടെത്തിയത്. പിന്നീട് സ്രവങ്ങൾ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ച് സ്ഥിരീകരിച്ചു. പനി, തലവേദന, അപസ്മാരം, പെരുമാറ്റത്തിലെ വ്യത്യാസം, ബോധക്ഷയം, കൈകാൽ തളർച്ച തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. ഇതിന് സമാനമാണ് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ. രോഗബാധയുണ്ടായ ചിലർക്ക് മസ്തിഷ്ക ജ്വരമാണെന്ന നിഗമനത്തിലാണ് ആദ്യം ചികിത്സ നൽകിയത്. ഇത് രോഗം മൂർച്ഛിക്കാൻ കാരണമായി. മെഡിക്കൽ കോളേജിലെ VRDL ലാബിലെ പരിശോധനയിലെ സ്ഥിരീകരണത്തിന് ശേഷമാണ് തുടർ നടപടികൾ ഉണ്ടായത്. രോഗം പിടിപെടുന്നവരിൽ 1% താഴെ ആളുകൾക്ക് മാത്രം മസ്തിഷ്ക ജ്വരം വരാം. അങ്ങനെയുള്ളവർക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യത 10% മാത്രമാണ്. വൈറസാണ് രോഗകാരണം. ഈ രോഗം പിടിപെട്ട പക്ഷികളിൽ നിന്ന് കൊതുകുകളിലേക്കും കൊതുകുകളിൽ നിന്ന് മനുഷ്യരിലേക്കും പകരും. കൊതുക് കടിയേൽക്കുന്നതിലൂടെ മാത്രമേ രോഗം പകരൂ. രോഗത്തിന് പ്രതിരോധ വാക്സിൻ ഇല്ല. കൊതുക് കടിയേൽക്കാതെ നോക്കുക എന്നത് മാത്രമാണ് പോംവഴി. പിടിപെട്ട് കഴിഞ്ഞാൽ സാധാരണ വൈറൽ പനി മാറുന്നത് പോലെ ഭേദമാകും. ചിലരിൽ രോഗം വിട്ടുപോകാൻ മാസങ്ങളോളം സമയം വേണ്ടി വന്നേക്കാം. യുഗാണ്ടയിലെ വെസ്റ്റ് നൈൽ ജില്ലയിൽ ആദ്യമായി കണ്ടെത്തിയതിനാലാണ് പനിക്ക് ഈ പേര് വന്നത്. കൊതുകുകളെ ഇല്ലായ്മ ചെയ്യുകയാണ് ഈ രോഗത്തെ നേരിടാൻ പ്രധാനമായും വേണ്ടത്. അതുകൊണ്ട് തന്നെ പരിസര ശുചീകരണം അനിവാര്യതയാണ്.